താരസുന്ദരി തമന്ന ഭാട്ടിയാണ് ഇപ്പോൾ വാർത്തകളിലെ പ്രധാന താരം. ആത്മീയതയെക്കുറിച്ച് നടിയുടെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത്. ആത്മീയത തനിക്ക് സന്തോഷവും മനസ്സമാധാനവും നൽകിയെന്നാണ് തമന്നയുടെ വെളിപ്പെടുത്തൽ. ആത്മീയത തന്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത്. ഇന്ത്യയിലെ പ്രമുഖ യോഗാ കേന്ദ്രത്തിൽ നിന്നും ധ്യാന സമ്പ്രദായങ്ങളെക്കുറിച്ചും സാധനയെക്കുറിച്ചുമൊക്കെ ഞാൻ അറിവ് നേടി. ആ രീതികൾ പിന്തുടരാൻ തുടങ്ങിയത് എന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. എന്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ ഇത്ര സന്തോഷവതിയായോ ഉന്മേഷവതിയായോ കാണപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. സ്വയം സന്തോഷം കണ്ടെത്താൻ തനിക്കിപ്പോൾ കഴിയുന്നുണ്ട് എന്നും തമന്ന പറയുന്നു. ചില കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്ന സ്ഥിതി മാറി. ആ കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിലും ഞാൻ സന്തോഷവതിയാണെന്നും തമന്ന പറയുന്നു. 2 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് തമന്നയും നടൻ വിജയ് വർമ്മയും ഈ അടുത്ത് വേർപിരിഞ്ഞത്. ഈ വർഷം വിവാഹിതരാകുമെന്നും താരങ്ങൾക്കായി മുംബൈയിൽ ആഡംബര വസതി ഒരുങ്ങുന്നുവെന്നും നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് ഇരുവരും വേർപിരിഞ്ഞുവെന്ന വാർത്ത പുറത്തു വന്നത്. വിജയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും നടി ഇൻസ്റ്റഗ്രാമിൽ നിന്നും നീക്കം ചെയ്തു. ലവ് സ്റ്റോറീസ് 2വിന്റെ ചിത്രീകരണത്തിനിടയിലാണ് തമന്നയും വിജയ് വർമ്മയും പ്രണയത്തിലാവുന്നത്. വിവാഹത്തോളം എത്തിയ ബന്ധം ഇരുവരും അവസാനിപ്പിച്ചത് ആരാധകർക്ക് കടുത്ത ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹോളി ആഘോഷങ്ങൾക്കിടയിലും പരസ്പരം മുഖം കൊടുക്കാതെ ഇരുവരും നിന്നത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. നടി രവീണ ടണ്ടൻ ആതിഥേയത്വം വഹിച്ച താരനിബിഡമായ ഹോളി ആഘോഷത്തിൽ ഇരുവരും പല സമയത്താണ് എത്തിയത്. ഇതോടെ ഇവർ വേർപിരിഞ്ഞുവെന്ന കാര്യം പ്രേക്ഷകർ ഉറപ്പാക്കിയിരുന്നു. തമന്നയെ കുറിച്ച് സംവിധായകൻ ലിംഗുസ്വാമി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ലിംഗുസ്വാമിയുടെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങിയ പയ്യ എന്ന സിനിമയിലെ നായികയായിരുന്നു തമന്ന. സിനിമയിൽ ആദ്യം നായികയായി തീരുമാനിച്ചിരുന്നത് നയൻതാരയായിരുന്നുവെന്ന് പറയുകയാണ് സംവിധായകൻ ലിംഗുസ്വാമി. ചെറിയ പ്രശ്നങ്ങളെ തുടർന്ന് പിന്നീട് ആ വേഷം തമന്നയിലേക്ക് എത്തുകയായിരുന്നുവെന്നും സംവിധായകൻ പറഞ്ഞു. ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. പയ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ 19 വയസ്സ് മാത്രമേ തമന്നയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂവെന്നും സംവിധായകൻ പറയുന്നു. സിനിമയിലെ തമന്നയുടെയും കാർത്തിയുടെയും കോമ്പിനേഷൻ അന്ന് ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. ബോളിവുഡ് സിനിമകളിലൂടെയും സീരീസുകളിലൂടെയുമാണ് വിജയ് വർമ്മ പ്രശസ്തനായത്. കഴിഞ്ഞ വർഷം തനിക്ക് വിറ്റിലിഗോ എന്ന അപൂർവ രോഗമുണ്ടെന്ന് തുറന്നു പറഞ്ഞ് നടൻ രംഗത്ത് വന്നിരുന്നു. ചർമ്മത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെളുത്തതോ അല്ലെങ്കിൽ നിറമങ്ങിയതോ ആയി കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് വിറ്റിലിഗോ. ഈ രോഗമുള്ളത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ലെന്നാണ് വിജയ് വർമ്മ പറഞ്ഞത്. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് മാത്രമാണ് പാടുകളെ മറയ്ക്കുന്നത്, അല്ലാത്തപ്പോൾ മായ്ക്കാറില്ല. മറ്റു പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഇത് മറക്കാതെയാണ് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ആകുലത ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അഭിനയ ജീവിതത്തെ ഇത് ബാധിക്കുമോ എന്നുവരെ പേടിച്ചിരുന്നുവെന്നും വിജയ് തുറന്നു പറഞ്ഞിരുന്നു.